കേരളത്തിലും എങ്ങനെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയം നമ്മൾ അറിയാതെ പോലും നമ്മളുടെ ഇടയിൽ സജീവമായി കൊണ്ടിരിക്കുന്നത് എന്നതിന് തെളിവാണ് കുംബ്ല ഉപജില്ലയിലെ ഗുരുപ്രസാദ് എന്ന അധ്യാപകൻ ഫ്രീഡം ക്വിസുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യാവലിയിലും അതിൻ്റെ സൂചികയിലും നൽകിയ ചില പരാമർശങ്ങൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറെ നാൾ ജയിലിൽ കിടന്ന സ്വാതന്ത്ര്യസമര സേനാനി ഏത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് ഉത്തരമായി വി.ഡി. സവർക്കർ എന്ന സൂചിക അധ്യാപകൻ തരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ, രാഷ്ട്രപിതാവിനെ മൊത്തത്തിൽ RSS പുതിയ തരത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. RSSന്റെ കുത്തിത്തിരിപ്പുകൾ ഇങ്ങനെ കേരളത്തിൽ അങ്ങനെയൊന്നും വിറ്റുപോകില്ല എന്നാണ് മലയാളികളുടെ ധാരണയെങ്കിൽ അതിനെ തിരുത്തും വിധമാണ് ഇത്തരം ദുശക്തികളുടെ സ്വാധീനം പുതിയ തലമുറയിലെ വിദ്യാഭ്യാസ മേഖലയിൽ പോലും ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുവാൻ അവസരമൊരുങ്ങുന്നത്. നോക്കൂ, രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ വി.ഡി. സവർക്കർ ഒരു ഘട്ടം വരെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളാണ് എന്ന് ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാവും. എന്നാൽ ആരാണ് നീണ്ട കാലം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ജയിലിൽ അടയ്ക്കപ്പെട്ടതെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ചരിത്രം നമുക്ക് തരുന്ന ഉത്തരം വി.ഡി. സവർക്കർ അല്ല, ജവഹർലാൽ നെഹ്റുവോ ഗാന്ധിജിയോ അല്ല. ചരിത്രം പറയുന്നത് അങ്ങനെ ജയിലിൽ കിടന്നത് ത്രിലോകനാഥ് ചക്രവർത്തി എന്ന ഇന്നത്തെ ബംഗ്ലാദേശിൽ വളർന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മാറിയ ആ ധീര യോദ്ധാവാണ്. അദ്ദേഹം 30 വർഷക്കാലത്തോളമാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടത്. ജവഹർലാൽ നെഹ്റു ഏതാണ്ട് 9 വർഷക്കാലത്തോളം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ജയിൽ ജീവിതം നയിക്കേണ്ടി വന്ന ആളാണ്. അത്രയും കാലം ജയിലിൽ കിടക്കേണ്ടി വന്ന ആളായിരുന്നില്ല ഗാന്ധിജി. ഇവിടെ വി.ഡി. സവർക്കർ എന്ന നമ്മുടെ രാജ്യത്ത് ഇന്ന് ജനങ്ങളെ വല്ലാതെ വീർപ്പുമുട്ടിക്കുന്ന, നമ്മുടെ രാജ്യത്ത് വിഭാഗീയ ചിന്തകൾക്ക് കൂടുതൽ ശക്തി പകരുന്ന, രാജ്യത്തിനുള്ളിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ ഏറെ സഹായിക്കുന്ന വിഭാഗീയതയുടെ രാഷ്ട്രീയം, ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിന് സംഭാവന ചെയ്ത കറുത്ത ഏടുകൾ ഉണ്ടാക്കിയ വ്യക്തിത്വമാണ് വീർ ദാമോദർ സവർക്കറിൻ്റേത്. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം ഇംഗ്ലണ്ടിലുള്ളപ്പോൾ ഗാന്ധിജി സവർക്കറുമായി നേരിൽ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണെന്ന് പറയുമ്പോഴും വി.ഡി. സവർക്കർ കലാപാനി എന്ന് പറയുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ കുപ്രസിദ്ധ ജയിലിൽ 1911 മുതൽ 21 വരെ ശിക്ഷ ഏറ്റുവാങ്ങി ജയിൽവാസം അനുഭവിച്ച ആളാണ് എന്നതും വസ്തുതയാണ്. എന്നാൽ ഏതാണ്ട് 10 വർഷക്കാലം ജയിലിൽ അടയ്ക്കപ്പെട്ട വി.ഡി. സവർക്കർ തൻ്റെ ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടുകൾ അടിമുടി മാറ്റിപ്പറയുകയും ഏതാണ്ട് 1/2 ഡസനിലധികം പ്രാവശ്യം മാപ്പെഴുതി കൊടുത്ത് ആൻഡമാൻ ദ്വീപിൽ നിന്നും പൂന ജയിലിലേക്ക് വരികയും 1924 ശേഷം പുറത്തു വന്ന് ബ്രിട്ടീഷുകാർ എന്താണോ പറഞ്ഞു കൊടുത്തത് അത് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ച് ബ്രിട്ടീഷ് പാദസേവ ചെയ്ത കുപ്രസിദ്ധി നേടിയ വി.ഡി. സവർക്കറാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ അടയ്ക്കപ്പെട്ടത് എന്ന ഭാഗികമായ ചില അറിവിൻ്റെ അടിസ്ഥാനത്തിൽ. നോക്കൂ, കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒരു ചോദ്യം ഉണ്ടാക്കി കൊടുക്കുകയും അതിന് ഉത്തരം താൻ തന്നെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യുമ്പോൾ ഗുരുപ്രസാദ് ഒരാളല്ല, നിരവധി ആളുകൾ ഇവിടെയുണ്ട് എന്ന് മതനിരപേക്ഷ കേരളം തിരിച്ചറിയണം. വി.ഡി. സവർക്കർ ഉണ്ടാക്കി വെട്ട വിഭാഗീയ ചിന്തകൾ ഇന്ന് ആലോചിക്കുമ്പോൾ ഒരു ശരാശരി മലയാളി, മതനിരപേക്ഷ ഇന്ത്യക്കാരൻ മൂക്കത്ത് വിരൽ വെക്കും. അദ്ദേഹമാണ് ബലാത്സംഗം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് ലോകത്തോട് ആദ്യമായി ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ വിളിച്ചു പറഞ്ഞത്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട് 1960 മുതൽ. ആ പുസ്തകത്തിന്റെ പേര് ഇന്ത്യ ചരിത്രത്തിലെ 6 സുവർണ ഏടുകൾ. അതിൽ അദ്ദേഹം ശിവജിയെ വിമർശിക്കുന്ന ഇങ്ങനെയാണ്: യുദ്ധത്തിൽ പരാജയപ്പെട്ട മുസ്ലിം ഭരണാധിപന്മാരുടെ പടയാളികളുടെ
ജീവിത പങ്കാളികളെ എന്തുകൊണ്ടാണ് ശിവജിയും കൂട്ടരും ബലാത്സംഗം ചെയ്യാതിരുന്നത് എന്ന് ഉപദേശിക്കുന്നു വി.ഡി. സവർക്കർ. നോക്കൂ, നമ്മൾ പലപ്പോഴും മുസ്ലിം ലീഗ് ഇന്ത്യ വിഭജനത്തിന് നിർണായകമായ പങ്ക് വഹിച്ചു എന്ന ചരിത്രത്തിൽ നിന്ന് വായിക്കുമ്പോൾ ഇന്ത്യ വിഭജനത്തിന് കാരണമായ ദ്വിരാഷ്ട്ര സങ്കല്പം ആദ്യമായി പൊതുമണ്ഡലത്തിൽ വെച്ച് സംസാരിച്ച് പുസ്തകം എഴുതിയ ആളാണ് വി.ഡി. സവർക്കർ. എന്താണ് അയാൾ പറഞ്ഞത് ന്യായം? ഇന്ത്യ എന്ന് പറയുന്നത് ഒന്നിലധികം തരം ജനവിഭാഗങ്ങളുടെ ഇടമാണ്. എന്നാണ് ഒന്നിലധികം തരം? ഒരു വിഭാഗം ജനങ്ങൾ അവരുടെ പുണ്യഭൂമിയും അവരുടെ മാതൃഭൂമിയും ഒന്നു തന്നെയാണെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്ത്യയിലുണ്ട്. മറ്റൊരു വിഭാഗമോ അവരുടെ പുണ്യഭൂമി രാജ്യത്തിന് പുറത്താണ്, അവരുടെ മാതൃഭൂമി ഇല്ലെങ്കിൽ പിതൃഭൂമി ഇന്ത്യയുമാണ്. അത്തരം ആളുകളെ നമ്മൾക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുകയില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? സ്വാഭാവികമായി ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, യഹൂദന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുണ്യഭൂമി രാജ്യത്തിന് പുറത്താണെന്ന് നമുക്കറിയാമല്ലോ. അതിൻ്റെ അർത്ഥം പുണ്യഭൂമിയും മാതൃഭൂമിയും ഇല്ലെങ്കിൽ പിതൃഭൂമിയും ഒന്നു തന്നെയായ ഹിന്ദു സമൂഹത്തിൽ ജനിച്ചവർ മാത്രമാണ് ഇന്ത്യൻ ദേശീയതയുടെ വക്താക്കളെന്ന് ഒരു സംശയം കൂടാതെ ജനങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ച വിഭാഗീയതയുടെ രാഷ്ട്രീയ നേതാവിൻ്റെ പേരിൽ കുട്ടികൾ ഏറ്റവും നാൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജയിലിൽ കിടന്ന ആൾ എന്ന പേര് എഴുതി ചേർക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ RSSന്റെ അജണ്ടകൾ പിടിമുറുക്കുന്നത് എന്ന് വ്യക്തമാക്കപ്പെടുന്നുണ്ട്.